സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു ആന്റി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഐഷ. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി CMS LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പുറത്തിശ്ശേരി കാർണിവൽ എന്ന ഈ മഹാസംഗമത്തിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം. അതിനാദ്യം തന്നെ ഇതിന്റെ സംഘാടകരോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇരിങ്ങാലക്കുടയിൽ വരുന്നത്. ഒരിക്കലും മരിക്കാത്ത കുറേയധികം നർമ്മരസങ്ങൾ സമ്മാനിച്ചു പോയ ഒരു മഹാനടന്റെ
പറ്റും. ലോകത്ത് നന്മ വെക്കാത്ത കുറേ മനുഷ്യരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടു. കുപ്പികളിലും പൊങ്ങിക്കിടക്കുന്ന പാത്രങ്ങളിലും ഭക്ഷണധാന്യങ്ങൾ നിറച്ച് കടലിലേക്ക് വലിച്ചെറിയുകയാണ് ഈജിപ്തുകാർ. അവർ എറിയുന്നത് ഭക്ഷണവും വെള്ളവുമല്ല, വേദന അനുഭവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹമാണ്, കാരുണ്യമാണ്, കടമയും കരുതലുമാണ്. അവ ഗസയിലെത്തുമെന്ന് ഉറപ്പില്ല. എങ്കിലും തിരമാലകൾ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ഏറെ തുടരുകയാണ് ഈജിപ്തുകാർ. ഗസയിലെ വിശന്ന് കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ദൃശ്യങ്ങൾ കണ്ട് കരളലിഞ്ഞ ഈജിപ്തിലെ സാറ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയുടെ മനസ്സിലുദിച്ച ആശയമാണ് ആ നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അരിയും പയറും പരിപ്പുമൊക്കെ വൃത്തിയുള്ള കുപ്പിയിൽ നിറച്ച് ഓരോ കുപ്പിയിലും ഒരു ചെറിയ കടലാസ് വെച്ചു. അതിൽ ഇങ്ങനെ എഴുതി: ക്ഷമിക്കുക, നിങ്ങളുടെ ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ട്. അതിനിടയിൽ സാറാന്റിയുടെ പേരും ഉണ്ട്. മറ്റൊന്നുമല്ല, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരെ കുറിച്ച് ഇപ്പോഴും ഓർക്കുന്ന ഹൃദയമുണ്ടെന്ന് അവർ
ഉണ്ടാകും.